നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ആരോഗ്യമേഖലയിൽ അസാധാരണമായ പല വാർത്തകളും നമ്മൾ ഓരോ ദിവസം കേൾക്കാറുണ്ട്, കാണാറുണ്ട്. എന്നാൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഡോക്ടർമാരെ പോലും അമ്പരപ്പിച്ചിരിക്കുന്ന ഒരു വാർത്തയാണ് ഏവരെയും തേടിയെത്തിയിരിക്കുന്നത്. ഒരാൾ ആശുപത്രിയിലെത്തുന്നു, ഡോക്ടറോട് തനിക്കുണ്ടായ ബുദ്ധിമുട്ട് ചൂണ്ടിക്കാണിക്കുന്നു. തൻ്റെ നെഞ്ചിൻ്റെ ഭാഗത്തു നിന്നും, കൃത്യമായി പറയുകയാണെങ്കിൽ മുലക്കണ്ണിൽ നിന്നും പഴുപ്പ് പുറത്തേക്ക് വരുന്നു. കുറച്ച് ദിവസമായി അസഹനീയമായ വേദനയും അനുഭവപ്പെടുന്നു. എന്താണ് കാരണമെന്നുള്ളത് ഡോക്ടർമാരോട് ആവശ്യപ്പെട്ടപ്പോൾ ഡോക്ടർമാർ എക്സ്റേ എടുക്കാനായി നിർദ്ദേശിച്ചു. അതിനുശേഷം നെഞ്ചിൽ കണ്ടെത്തിയത് ഏറെ മാരകമായ, ഏറെ ഭയപ്പെടുത്തുന്ന ഒരു വിഷയം തന്നെയാണ്. 44-കാരനായ ഒരു യുവാവിനാണ് ഇത്തരത്തിൽ അസഹനീയമായ ഒരു വേദനയും പഴുപ്പും വരുന്നതായി ഡോക്ടർമാരോട് പരാതിപ്പെട്ടത്. യുവാവിൻ്റെ നെഞ്ചിൻ്റെ എക്സ്റേ എടുത്ത ഡോക്ടർമാർ ശരിക്കും ആദ്യമൊന്ന് അമ്പരന്ന് പോവുകയാണ്. കാരണം യുവാവിൻ്റെ വേദനയ്ക്ക് കാരണമായിരിക്കുന്നത് നെഞ്ചിനുള്ളിൽ തറച്ചിരിക്കുന്ന ഒരു കത്തിയാണ്. എന്നാൽ ആ വേദനയ്ക്ക് കാരണമായിട്ടുള്ള കത്തി ഈ അടുത്തൊന്നും തന്നെ അല്ല നെഞ്ചിനുള്ളിലേക്ക് കയറിയത് എന്നുള്ളതാണ് ഈ വിഷയത്തിൽ ഡോക്ടർമാരെ ഞെട്ടിച്ച വസ്തുത. ടാൻസാനിയയിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. മുഹമ്മിലി നാഷണൽ ഹോസ്പിറ്റലിലാണ് 44-കാരനായ യുവാവ് ഇങ്ങനെ ഒരു വിചിത്ര വിഷയവുമായി ബന്ധപ്പെട്ട് ഡോക്ടർമാരോടെത്തിയത്. ഡോക്ടർമാരാകട്ടെ യുവാവിനോട് വളരെ വിശദമായി ഇതെങ്ങനെ ഉള്ളിലെത്തി എന്നുള്ളത് ചോദിച്ചറിഞ്ഞു. ഈ അടുത്ത് എപ്പോഴെങ്കിലും കത്തിക്കുത്തോ അതല്ലെങ്കിൽ സർജറിയോ മറ്റെന്തെങ്കിലും സംഘടനമോ ഒക്കെ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ സമീപകാലത്തൊന്നും തന്നെ അത്തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടായിട്ടില്ലെന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. പിന്നീട് പതിയെ ഇരുന്ന് ആലോചിച്ചപ്പോഴാണ് തനിക്ക് നെഞ്ചിൻ്റെ ഭാഗത്ത് മുൻപുണ്ടായ ഒരു മുറിവിനെക്കുറിച്ച് ഈ ചെറുപ്പക്കാരൻ ഓർത്തെടുത്ത് പറഞ്ഞത്. ഏകദേശം ഒരു 8 വർഷങ്ങൾക്ക് മുൻപ് ഒരു ഏറ്റുമുട്ടൽ ഉണ്ടായപ്പോൾ തൻ്റെ നെഞ്ചിൽ ഒരുപക്ഷെ തറച്ചു കയറിയ കത്തി ആയിരിക്കാം ഇതെന്നാണ് ഇയാൾ അനുമാനിക്കുന്നത്. പക്ഷേ ഡോക്ടർമാർക്ക് അപ്പോഴും ഞെട്ടൽ വിട്ട് മാറിയില്ല. ഒരു കത്തി 8 വർഷക്കാലം ഒരാളുടെ നെഞ്ചിനകത്ത് കുത്തിത്തറഞ്ഞിരുന്നിട്ട് പോലും ഇതുവരെയും അയാൾക്ക് യാതൊരുവിധ വിഷയങ്ങളും ഇല്ലായിരുന്നു എന്നുള്ളതാണ് അവരെ അത്ഭുതപ്പെടുത്തിയത്. 8 വർഷം ഈ കത്തിയുമായി നെഞ്ചിൽ വളരെ സാധാരണക്കാരനായി സാധാരണമായിട്ടുള്ള ഒരു ജീവിതം നയിച്ച ഒരാൾ എങ്ങനെ ജീവിച്ചിരുന്നു? ഇത്രയും കാലം ഒരു ബുദ്ധിമുട്ടും എന്തുകൊണ്ട് പ്രകടമായില്ല എന്നുള്ളതാണ് ഡോക്ടർമാരെ ഞെട്ടിച്ചതും അമ്പരപ്പിച്ചതും. ശാസ്ത്രലോകത്തിന് തന്നെ ഇതൊരു പുതിയ അമ്പരപ്പായി മാറിയിരിക്കുകയാണ്. ടാൻസാനിയയിലെ നാഷണൽ ലൈബ്രറി ഓഫ് മെഡിസിനിൽ ഈ അടുത്ത് രേഖപ്പെടുത്തിയ ഈ കേസ് മനുഷ്യ ശരീരത്തിന് എത്രത്തോളം പ്രതിരോധ ശേഷിയുണ്ട്, പരമാവധി എത്രത്തോളം കാണിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് വിവരിക്കുന്നത്. ആശുപത്രി എത്തുന്നതിന് മുൻപായി ഇയാൾക്ക് കാര്യമായ ഒരു ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല. ഈ നെഞ്ചിൽ തറച്ച കത്തിയുമായി ബന്ധപ്പെട്ട് ഒരു ബുദ്ധിമുട്ടും ഇയാളെ അലട്ടിയിട്ടും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇക്കഴിഞ്ഞൊരു 10 ദിവസമായി വലതുഭാഗത്തെ നെഞ്ചിലെ മുലക്കണ്ണിൽ നിന്നും വെളുത്തൊരു പഴുപ്പ് പുറത്തേക്ക് വരുന്നുവെന്നാണ് യുവാവ് പറയുന്നത്. അസാധാരണമായി ഇത്തരത്തിൽ പുറത്തു വന്നതുകൊണ്ട് യുവാവ് പരിഭ്രാന്തനായി. എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നത് എന്നുള്ളത് അന്വേഷിച്ചു പോയപ്പോഴാണ് ഡോക്ടർമാർ ഈ ഒരു വിവരം കണ്ടെത്തിയത്. എന്നാൽ ഇത്രയും കാലം നെഞ്ചിൽ കത്തി ഇരുന്നിട്ട് പോലും അദ്ദേഹത്തിന് നെഞ്ചുവേദനയോ ശ്വസിക്കാൻ ബുദ്ധിമുട്ടോ അതല്ലെങ്കിൽ മറ്റ് അന്യവസ്തുക്കൾ ശരീരത്തിനുള്ളിൽ ഉണ്ടാകുമ്പോഴുണ്ടാകുന്ന പനിയോ ചുമയോ മറ്റ് ശാരീരിക പ്രശ്നങ്ങളോ ഒന്നും തന്നെ അനുഭവപ്പെട്ടിട്ടില്ല. ഡോക്ടർമാർ അന്വേഷിച്ചപ്പോൾ ഈ 8 വർഷം മുമ്പ് നടന്ന സംഘർഷത്തെക്കുറിച്ച് യുവാവ് കൃത്യമായി പറയുന്നു. അന്നുണ്ടായ വഴക്കിൽ യുവാവിൻ്റെ ശരീരം ആസകലം മുറിവ് പറ്റിയിരുന്നു. മുഖത്തും പിൻഭാഗത്തും നെഞ്ചിലും വയറിലും ഒക്കെ തന്നെ കത്തിക്കുത്താൽ പരിക്കേറ്റിട്ടുണ്ടായിരുന്നു. അന്ന് ഒരുപക്ഷെ നെഞ്ചിൽ തറച്ച കത്തി അതൊടിഞ്ഞ് അകത്ത് ഇരുന്നിരിക്കാം. എന്നാൽ എന്തുകൊണ്ട് ആശുപത്രിയിൽ എത്തിച്ചിട്ടും ആ കത്തി പുറത്തെടുത്തില്ല എന്നുള്ള ചോദ്യത്തിനും കൃത്യമായ മറുപടിയുണ്ട്. അന്ന് അദ്ദേഹത്തെ ഒരു ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ അവിടെ റേഡിയോളജിക്കൽ സൗകര്യങ്ങളില്ലായിരുന്നു. അതായത് എക്സ്റേ സൗകര്യം എടുക്കാനുള്ള ഒരു സംവിധാനമില്ലായിരുന്നു. ഡോക്ടർമാർ നോക്കിയപ്പോൾ ശരീരമാസകലം മുറിവ് മാത്രമാണ്. നെഞ്ചിൽ കത്തി തറച്ച കാര്യം ഇദ്ദേഹവും ഓർക്കുന്നില്ല. അവിടെ വെച്ച് ഉണ്ടായിരുന്ന മുറിവുകളൊക്കെ തന്നെ തുന്നിക്കൂട്ടി അതിനുവേണ്ട മരുന്നുകൾ വെച്ച് അത് ഉണങ്ങിയപ്പോൾ ഇദ്ദേഹത്തെ ഡിസ്ചാർജ് ചെയ്ത് പറഞ്ഞു വിടുകയായിരുന്നു. ആ കത്തി കുത്തി കയറിയിട്ട് പോലും അദ്ദേഹത്തിന് മറ്റു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. ആ മുറിവിൻ്റെ വേദന മാത്രമായിരുന്നു അന്ന് അനുഭവപ്പെട്ടത്. എന്നാൽ 8 വർഷം പിന്നിട്ടിട്ടും അത് ഇതുവരെയും ഒരു പ്രധാനപ്പെട്ട അവയവങ്ങളെയും നേരിട്ട് ബാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഡോക്ടർമാരെ ഞെട്ടിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പ്രത്യേകിച്ച് യാതൊരുവിധ ശാരീരിക പ്രശ്നവും ഈ 8 വർഷത്തിനിടയിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നാൽ എന്തുകൊണ്ട് ആദ്യം ഡോക്ടർമാർ തിരക്കിയത്
മുലക്കണ്ണിൽ നിന്നും പഴുപ്പ് വരുന്നതിൻ്റെ കാരണമായിരുന്നു. അങ്ങനെയാണ് എക്സ്റേക്കായുള്ള നിർദ്ദേശം പങ്കുവച്ചത്. എക്സ്റേ കണ്ടപ്പോഴാണ് നെഞ്ചിൻ്റെ മധ്യഭാഗത്ത് ഒരു ലോഹ വസ്തുവിനെ കണ്ടെത്തിയത്. പിന്നീട് അതിനെക്കുറിച്ച് വിശദമായി എക്സ്റേ എടുത്ത് നോക്കിയപ്പോഴാണ് ഇതൊരു കത്തിയാണെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിച്ചത്. ഈ കത്തിക്ക് ചുറ്റും ശ്രവിക്കുന്നതോ അതല്ലെങ്കിൽ ക്രോണിക് ലോക്കുലേറ്റഡ് ഹെമറ്റോമ അതല്ലെങ്കിൽ പോസ്റ്റ് ട്രോമാറ്റിക് ഫൈബ്രോസിസ് പോലുള്ളതായിട്ടുള്ള ഒന്നുണ്ട് എന്ന് കണ്ടെത്തി. അത് യഥാർത്ഥത്തിൽ കത്തിയുടെ മുറിവിൻ്റെ ഫലമായിരുന്നു. കാരണം പുറത്തു നിന്നുള്ള ഒരു വസ്തു, ഫോറിൻ ബോഡി, ശരീരത്തിലേക്ക് പ്രവേശിച്ച് ആ വസ്തുവിൻ്റെ ചുറ്റും ഡെഡ് സെൽസ്, ചത്ത ശരീരകലകൾ അടിഞ്ഞുകൂടിയതിൻ്റെ ഒരു ഫലമായിട്ടാണ് ഇത്തരത്തിൽ പഴുപ്പുണ്ടായത്. ആ പഴുപ്പ് ക്രമേണ ശരീരത്തിൽ നിന്നും പുറന്തള്ളുകയാണ് ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇത് കണ്ടെത്തിയ ഉടൻ തന്നെ ഡോക്ടർമാർ അടിയന്തരമായി ശസ്ത്രക്രിയ നടത്തുകയും പഴുപ്പും അതുപോലെ കത്തിയും പുറത്തെടുത്തു. 24 മണിക്കൂർ നേരമായിരുന്നു രോഗിയെ ICUവിൽ കിടത്തിയത്. ശേഷം 10 ദിവസത്തോളം ജനറൽ വാർഡിലേക്ക് മാറ്റി നിരീക്ഷണത്തിന് വിധേയമാക്കുകയും ചെയ്തിരുന്നു. രോഗി സുഖം പ്രാപിക്കുന്നു എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതേസമയം സമാനമായ വിചിത്രമായ ഒരു വിഷയം കേരളത്തിലും സംഭവിച്ചിരുന്നു. തിരുവനന്തപുരത്താണ് ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായത്. മൂത്രനാളിയിൽ 3 മീറ്ററോളം നീളമുള്ള ഒരു ഇലക്ട്രിക് ഇൻസുലേഷൻ വയർ കണ്ടെത്തിയ സംഭവമാണ് ഈ അടുത്ത് റിപ്പോർട്ട് ചെയ്തത്. യുവാവ് സ്വയം തന്നെ കുത്തിക്കയറ്റിയ വയറാണിതെന്നാണ് വാർത്തയിലൂടെ സ്ഥിരീകരിച്ചത്. തിരുവനന്തപുരം സ്വദേശിയായ 25-കാരനാണ് 3 മീറ്റർ നീളമുള്ള ഇലക്ട്രിക് ഇൻസുലേഷൻ വയർ മൂത്രനാളിയിലൂടെ അകത്തേക്ക് കുത്തിക്കയറ്റിയത്. അതിൻ്റെ എക്സ്റേ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തുമ്പോൾ അസഹനീയമായ വേദന അനുഭവപ്പെടുന്നുവെന്നാണ് ഇയാൾ പറഞ്ഞത്. പരിശോധനയിൽ വയർ മൂത്രസഞ്ചിയിൽ കുരുങ്ങിക്കിടക്കുന്ന നിലയിലായിരുന്നു. എന്നാൽ എന്തുകൊണ്ട് യുവാവ് ഇത് ചെയ്തു എന്നുള്ള കാരണം വ്യക്തമല്ല എന്നാണ് അധികൃതർ പറഞ്ഞത്. അപൂർവമായ ഒരു ശസ്ത്രക്രിയയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നടന്നത്. അതിലൂടെ ഇലക്ട്രിക് വയർ പൂർണ്ണമായും പുറത്തെടുത്തു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ 2.5 മണിക്കൂറോളം നീണ്ട ശസ്ത്രക്രിയയിലൂടെയാണ് ഈ യുവാവിൻ്റെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞത്. ആശുപത്രിയിൽ എത്തുമ്പോൾ ഇലക്ട്രിക് വയർ മൂത്രസഞ്ചിയിൽ ഇങ്ങനെ കുരുങ്ങിക്കിടക്കുന്ന നിലയിൽ കണ്ടെത്തി. എന്താണ് കാരണമെന്നുള്ളത് യുവാവിനോടും ചോദിച്ചറിഞ്ഞു. ഇലക്ട്രിക് വയർ പല കഷ്ണങ്ങളാക്കി മുറിച്ചാണ് യൂറോളജി വിഭാഗത്തിലെ ഡോക്ടർമാർ ഇത് പുറത്തെടുത്തത്. ശസ്ത്രക്രിയയ്ക്ക് ശേഷം തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ കഴിഞ്ഞ യുവാവ് സുഖം പ്രാപിക്കുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.